അങ്ങനെ നെക്സ്റ്റ് ഡേ ഈ കോൺട്രാക്റ്റിനെ പറ്റി ഇവള് വീട്ടിൽ പറയുമ്പോൾ എല്ലാവരും സർപ്രൈസ്ഡ് ആകുന്നുണ്ട്. അനിയനും അനിയത്തിയാണെങ്കിൽ ചേച്ചിക്ക് എന്താ ഭ്രാന്തുണ്ടോ, വീണ്ടും ആ ഫീൽഡിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവള് വേണമെന്ന് വെച്ചിട്ട് ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തതല്ല, അച്ഛന്റെ കവിത അതവിടെ എത്തിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു വഴിത്തിരിവായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്, ഞാനിപ്പോൾ ഓക്കെ ആണ് എന്നൊക്കെ പറയുന്നതും പിന്നീട് നോക്കുമ്പോൾ അച്ഛൻ ഒറ്റയ്ക്കിരുന്ന് ഇവളുടെ മ്യൂസിക് കേൾക്കുന്നതാണ് കാണുന്നത്. എന്നെ പേടിച്ചിട്ട് അച്ഛൻ ഞാനില്ലാത്ത സമയത്തൊക്കെ എന്റെ മ്യൂസിക് കേൾക്കാറുണ്ടല്ലേ, എന്നെ ഇത്രയ്ക്കും പേടിയാണ് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിലോ അല്ലെങ്കിൽ നിനക്ക് നിന്റെ അമ്മയുടെ ആ ഒരു ടെമ്പറാണ് കിട്ടിയിട്ടുള്ളത്, പക്ഷേ ബ്യൂട്ടി അതെന്തേ കിട്ടിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ ആൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ഓക്കെയാണ്, ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ പേരൊക്കെ മാറ്റിയെടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛനാണെങ്കിൽ നിന്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് അറിയോ, നിന്റെ പേരിൻ്റെ അർത്ഥം ഹാപ്പിനെസ് എന്നാണ്, അതായത് സങ്കടം നിന്റെ പേരിൻ്റെ മുന്നിൽ വരത്തുപോലും ഇല്ല എന്ന്. അപ്പം ഇതുകൾക്കെന്ന് ചൂക്കിയാണെങ്കിൽ ബെസ്റ്റ്, ഞാൻ എപ്പോഴും കരഞ്ഞിട്ടേ ഉള്ളൂ, എൻ്റെ പേരിൻ്റെ അർത്ഥത്തോടായിട്ട് ഞാൻ ജീവിക്കാൻ നോക്കിയിട്ടില്ല, എന്തായാലും ഇനി അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറയുന്ന ഒരു നൈസ് സീനാണ് അവിടെ കാണിക്കുന്നത്. കിജുനാണെങ്കിലോ ജൂക്കിയായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഒക്കെ കിട്ടും, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഡ്രാമാസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ മിന്നാണെങ്കിൽ അങ്ങനെ ക്യാഷ് കൊടുത്താലൊന്നും ഓഫേഴ്സ് കിട്ടത്തില്ല, അതിന് അവർ നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യണമെന്നവിടെ പറയുന്നുണ്ട്. എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ പോയിട്ട് ഒരു ഹൈപ്പ് കിട്ടണമല്ലോ എന്ന് പറയുമ്പോൾ എന്ത് പ്രോഗ്രാംസ്, അതിന് വല്ല കഴിവുണ്ടോ എന്നാണ് അവിടെ ഡയറക്ടർ ചോദിക്കുന്നത്. അപ്പോൾ കിജുനാണെങ്കിൽ പിന്നെ എനിക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാലോ എന്ന് പറഞ്ഞ് ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ ഇടുമ്പോൾ ഡയറക്ടർക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്, ഇവന് വലിയ കാര്യമായിട്ട് കളിക്കാനൊന്നും അറിയത്തില്ല. മിന്നാണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ഒരു ക്വിസ് കോമ്പറ്റീഷനാണ്, പെയറായിട്ടാണ് പോവുക. ഈ എലിമെൻ്ററി സ്കൂളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും, അത് അത്യാവശ്യം ഹൈപ്പ് കിട്ടും, അതിൽ പോകാൻ താല്പര്യമുണ്ടോ, പക്ഷെ അതിന് നല്ല ബുദ്ധിയൊക്കെ വേണമെന്ന് ഡയറക്ടറും ഇവനും കൂടി ചെറുതാക്കി കളിയാക്കുന്നതും. അപ്പോൾ ഇത് കേൾക്കുന്ന കിജുവിനാണെങ്കിലും ഒന്ന് ആലോചിക്കുന്നുണ്ടെങ്കിലും അതിനെന്താ ഞാൻ എന്തായാലും പോകാമെന്ന് പറയുമ്പോൾ ഇവർ ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. അതായത് ശരിക്കും ആണോ പറയുന്നത്, കാരണം അതിൽ പോയിട്ട് ആൻസേഴ്സൊക്കെ തെറ്റിക്കഴിഞ്ഞ് പിന്നെ മൊത്തം നാണക്കേടായിരിക്കുമെന്ന് ഡയറക്ടർ പറയുമ്പോൾ ഇവനാണെങ്കിൽ എൻ്റെ കൂടെ പെയറായിട്ട് പോകാന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് എൻ്റെ കൂടെ വരാൻ ഒരു ജീനിയസ് ആയിട്ടുള്ള ആളുണ്ട്, പക്ഷേ ആളായിട്ട് ഇപ്പം നല്ല ടേംസിൽ വരുമോ എന്തോ എന്ന് നമ്മുടെ സംഘിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇവൻ പറയുന്നത്. ഇതേ ടൈമിൽ സംഘാണെങ്കിൽ ഹോസ്പിറ്റലിലെ MRI സ്കാൻ ചെയ്യുന്നതും ഡോക്ടർ ആണെങ്കിൽ ഇവന് ലൈറ്റ് കാണുമ്പോൾ ഹൈപ്പർ സെൻസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ലൈറ്റൊക്കെ ഇങ്ങനെ നോക്കുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അസുഖം. അപ്പോൾ ആ ടൈമിൽ ഇവനാണെങ്കിൽ പാസ്റ്റിലെ ഒരു കാര്യമാണ് ആലോചിക്കുന്നത്, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു പോകുന്ന വഴിക്ക് ഇവൻ്റെ ടോയ് കാറിൽ വീഴുന്നതും ഡ്രൈവർ സീറ്റിലുള്ള അച്ഛൻ അത് എടുത്തു കൊടുക്കുന്ന ടൈമിലാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്. ഇവനാണെങ്കിലോ തെറിച്ചു വീണ് ഇത് നോക്കി കരയുന്നതും പിന്നീട് ആ കാറ് ബ്ലാസ്റ്റ് ചെയ്യുന്നതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രകാശം അത് ഇവൻ്റെ കണ്ണിലേക്ക് അടിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇതൊക്കെ ഇവൻ സ്വപ്നം കാണുന്നതും. ഡോക്ടറാണെങ്കിൽ ഈ ഒരു ലൈറ്റിൻ്റെ പ്രോബ്ലം അത് മുന്നേ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജൂക്കിയുടെ ആ വീഡിയോയുടെ കാര്യം ആലോചിച്ചെടുക്കുന്ന സംഘാണെങ്കിൽ മുന്നേ ഒരു വീഡിയോ ഫ്ലാഷിൽ നിന്നുണ്ടായിട്ടുണ്ട്, പക്ഷെ അത് അത്ര ബ്രൈറ്റ് ആയിരുന്നില്ല. ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ക്യാമറ ഫ്ലാഷ് ഹെഡ്ലൈറ്റ് അതൊക്കെ ഇതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ടെന്ന് സംഘം അവിടെ പറയുന്നുണ്ട്. പിന്നീട് ഡോക്ടർ ആണെങ്കിലോ ഇവന് ബ്രെയിനാണല്ലോ പ്രോബ്ലം, അപ്പോൾ ഈ ഒപ്റ്റിക് നെർവ് ഉണ്ടല്ലോ, അതായത് കണ്ണിൽ നിന്ന് പോകുന്ന ഞരമ്പുകൾ ബ്രെയിനിലുള്ളത്, അതിനാണ് പ്രശ്നമെന്ന് വിധി എഴുതുന്നുണ്ട്. അതിനുശേഷം ആൻറ്റിയെ വിളിച്ച് ടെസ്റ്റ് റിസൾട്ട്സ് വന്നു എന്നും പറയുന്നുണ്ട്. സംഘാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ടൈമിൽ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ഇവനൊരു നോട്ട് പാഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും നമുക്ക് കോംപ്രമൈസ് ചെയ്താലോ എന്നായിരിക്കും. ഇവനത് വായിക്കുമ്പോഴേക്കും കിജുവിൻ്റെയാണെന്ന് മനസ്സിലാകുന്നതും ഇവനത് കളയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരുന്ന കിജുവിനാണെങ്കിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, അതൊക്കെ അങ്ങ് ക്ഷമിച്ചേക്ക്, നമുക്ക് എന്തായാലും കോംപ്രമൈസ് ചെയ്താലോ എന്ന് പറയുമ്പോൾ ആ വീട് തന്നിട്ടുള്ള ഒരു കോംപ്രമൈസും നടക്കില്ല എന്ന് സംഘം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ എന്തോ അതെനിക്ക് തന്നാൽ കുഴപ്പം, വേറെ നല്ലൊരു വീട് ഞാൻ തന്നെ സെറ്റാക്കി തരാമെന്നൊക്കെ കിജുൻ പറയുമ്പോൾ എനിക്കത് പറ്റത്തില്ല, ആ വീട് എനിക്കൊരു ശീലമായി പോയി, അതായത് ഓരോ സാധനങ്ങളും എവിടെ ഇരിക്കുന്നതെന്നും എന്തിനു പറയുന്നു എനിക്ക് കണ്ണടച്ചു വരെ നടക്കാൻ പറ്റുമോ ആ വീട്ടിലെന്നൊക്കെ പറയുമ്പോൾ കിജുനാണെങ്കിൽ ചേട്ടൻ ഈ പറയുന്നത് കേട്ടാൽ തോന്നും ചേട്ടന് ഈ ഡിമെൻഷ്യ പോലെയുള്ള മറവി അസുഖം ഉണ്ടെന്ന്, അതുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സംഘൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം ഒഴിച്ച് നിനക്ക് എന്തു വേണമെങ്കിലും പറയാമെന്ന് പറയുമ്പോൾ എന്നാൽ ശരി, ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ ഏജൻസിയെ പ്രതിനിധീകരിച്ച് ചേട്ടൻ എൻ്റെ കൂടെ വരുമെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് വേറെ ഒരു പണിയില്ലേ, ചുമ്മാ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു പോകുമ്പോൾ ഇവൻ ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട്. ഓഫീസിലാണെങ്കിൽ രണ്ടിലൊന്ന് ഉറപ്പിച്ചു വരുന്ന ജൂക്കിയോട് അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശമെന്ന് CEO അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല ഞാൻ മുന്നേ നന്നായി പാടിയിരുന്നു, അപ്പോൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാനായി വിചാരിക്കുന്നത്, അതുപോലെ കുറച്ചൊക്കെ ആക്ടിങ്ങും ചെയ്തിരുന്നു, അതും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്നൊക്കെ പറയുന്ന ഇവളോട് നിങ്ങൾക്ക് ശരിക്കും ബോധമില്ലേ, അവൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങളിങ്ങനെ വരാൻ പാടോ, നിങ്ങൾക്കറിയില്ലേ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഒരു കാര്യമില്ല, അതും പ്രത്യേകിച്ച് ഒരു ഫീമെയിൽ സെലിബ്രിറ്റി ആണെങ്കിൽ അതൊന്നും പോസിബിൾ അല്ല, ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ ഫീൽഡിലുണ്ട്, നിങ്ങൾക്കിതൊന്നും പറ്റത്തില്ല, അതുമാത്രമല്ല ഒരു മർഡർ കേസുമായിട്ട് ഒരുപാട് നൂലാമാലകൾ നിങ്ങളുടെ പിന്നിലുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് നടക്കുക എന്ന് പറയുമ്പോൾ ഇവൾക്ക് ചെറുതായിട്ട് വിഷമം വരുന്നുണ്ടെങ്കിലും എല്ലാം നടക്കും, ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നമുക്ക് ഒന്ന് ശ്രമിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ
ഇയാളാണെങ്കിൽ ഈ വെള്ളം കണ്ടോ, ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നീ വിചാരിക്കുന്നത്? 2-3 ദിവസം ഇരുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളം ഇപ്പം നാശമായി. ഇനി ഇത് കളയാനേ പറ്റത്തുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെയൊക്കെയാണ് തന്റെ കാര്യം. തന്റെ ആ ഒരു സെലിബ്രിറ്റി ടൈം ഒക്കെ കഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് CEO മാക്സിമം ഇവളെ പിന്തിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവളാണെങ്കിൽ വിഷമത്തിലൊന്ന് എണീക്കുന്നുണ്ടെങ്കിലും പിന്നീട് രണ്ടും ഉറപ്പിച്ച് അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നല്ല കോൺഫിഡന്റ് ഉണ്ട്, ഞാൻ എന്തായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, ഇതിന്ന് ഞാൻ പിന്നോട്ടില്ല എന്ന്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ CEOക്ക് നല്ല ദേഷ്യവും വിഷമം ഒക്കെ കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സംഘാണെങ്കിൽ ഇവന്റെ ചെടികൾക്ക് ജൂക്കിയുടെ മ്യൂസിക് ഒക്കെയാണ് കേട്ടോ കേൾപ്പിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇത് പെട്ടെന്ന് സ്റ്റക്ക് ആകുന്നതും ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഇവൻ നേരെ വിളിക്കുന്നത് കിജുവിനെ ആയിരിക്കും. അല്ല, നിന്റെ വിളിയൊന്നും പിന്നീട് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ക്വിസ് കോമ്പറ്റീഷന് പോവാൻ എനിക്കൊരാളെ കിട്ടിയെന്ന് പറയുന്നതും അതാരാന്ന് ചോദിക്കുമ്പോൾ വേറെ ആര്, ജൂക്കിയാണെന്ന് പറയുമ്പോൾ ഇവൻ ശരിക്കും ഞെട്ടുന്നുണ്ട്. ജൂക്കിയോ എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ പ്രാക്ടീസിലാണ്, ടൈം ഇല്ല എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. ഇവന്റെ സമാധാനം അങ്ങ് പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ ഉടനെ തന്നെ ജൂക്കിയെ വിളിക്കുന്നതും ജൂക്കിയാണെങ്കിൽ പതുക്കെയാണ് സംസാരിക്കുന്നത്. എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്താ ഇത്ര പതുക്കെ പറയുന്നതെന്ന് ഇവൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ കിജുവിൻ്റെ വീട്ടിലാണെന്ന് പറയുമ്പോൾ അവിടെ നീ എന്തിനാ ഒറ്റയ്ക്ക് പോയെന്ന് ഇവൻ ടെൻഷൻ അടിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജൂക്കിയാണെങ്കിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ എന്നാ പറ, മഡഗാസ്കറിൻ്റെ തലസ്ഥാനം ഏതാ, ഒമാൻ്റെ തലസ്ഥാനം ഏതാന്നൊക്കെ പറയുമ്പോൾ ഇവളതൊക്കെ തെറ്റിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ നിനക്ക് ഇതുപോലും അറിയത്തില്ല, നീ ആ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ 1 മില്യൺ ആൻറ്റി ഫാൻസ് കൂടി നിനക്ക് ഉണ്ടാവത്തേ ഉള്ളൂ എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ല ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാനാണോ വിളിച്ചതെന്ന് പറഞ്ഞ് ഇവൾ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിൽ എന്നാലും ഇവൾ എന്ത് ധൈര്യത്തിൽ അവൻ്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ഇവർ ക്വിസ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യം CE അറിയുമ്പോൾ നിങ്ങൾക്കതിന് കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിജുവിനാണെങ്കിൽ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടെന്നൊക്കെ പറയുമ്പോൾ ജൂക്കി അവിടെ പറയുന്നുണ്ട്, അതെ എനിക്ക് ഈ ബ്രെയിൻ പവറിനേക്കാൾ കൂടുതൽ ഫിസിക്കൽ പവറാണ്, ഇതിനിപ്പോൾ പറ്റുമായിരിക്കൂലേ എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന കിജുവിനാണെങ്കിൽ സെയിം ടു യു, എനിക്കും അങ്ങനെ തന്നെയാണ്, പക്ഷെ നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ഒക്കെ അടിക്കാൻ പറ്റുമെന്ന് പറയുന്നതും ഇവർ പരസ്പരം ഫൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് കയറി വരുന്ന സംഘം. അതെ, പരസ്പരം ഇങ്ങനെ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞ് ഒരുപാട് കോൺഫിഡൻസ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, അത്യാവശ്യം ബോധം ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കിജുവിനാണെങ്കിൽ അല്ല ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അത് കൊള്ളാം, എൻ്റെ അനിയൻ്റെ ഓഫീസിലേക്ക് വരാൻ എനിക്ക് ആരുടെയെങ്കിലും ക്ഷണം വേണോ, നിങ്ങൾ നിങ്ങളുടെ പരിപാടി തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നൈസായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം മിന്നാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം മഡഗാസ്കറിൻ്റെ ക്യാപിറ്റൽ എന്തായിരിക്കും എന്നാണ്. ഇത് നേരത്തെ ചോദിച്ചതുകൊണ്ട് ഇവൾക്ക് അതിൻ്റെ ആൻസർ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ പിന്നീട് ചോദിക്കുന്നതിനൊന്നും ഇവർക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഈ ഉത്തരമൊക്കെ പറയുന്നത് സംഘായിരിക്കും. അതായത് ഇവൻ അത്യാവശ്യം ബ്രില്യൻ്റ് ആണല്ലോ. ഇവർ രണ്ടുപേരും ഇങ്ങനെ അണ്ണാക്കിൽ പിരി വെട്ടിയ പോലെ ഇരിക്കുന്നത് കാണുമ്പോൾ ഇവനാണെങ്കിൽ ഇക്കണക്കിന് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് പ്ലേസേ കിട്ടത്തുള്ളൂ, നന്നായി നാണം കെടാനും സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ചേട്ടൻ അതിനെ പറ്റിയൊന്നും സംസാരിക്കുന്നില്ല, എൻ്റെ കൂടെ വരുന്നില്ല എന്നല്ലേ പറഞ്ഞെന്ന് കിജുൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലല്ലോ, ഇത് യൂസ്ലെസ് ആയിട്ടുള്ള കാര്യമെന്നല്ലേ പറഞ്ഞേ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മിന്നാണെങ്കിൽ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിത് ചെയ്തുകൂടെ, നിങ്ങൾ ഇവരെ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഇവർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നതും ജോക്കിയാണെങ്കിലോ അതിനേക്കാൾ നല്ലത് എൻ്റെ സ്ഥാനത്ത് ഇയാൾ മത്സരിക്കുന്നതല്ലേ, ആൾക്കാണെങ്കിൽ അത്യാവശ്യം IQ ഒക്കെ ഉണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഒരുപാട് ഫ്രഷറൊക്കെ തോന്നുന്നുണ്ട്, അതല്ലേ കുറച്ചുകൂടി നല്ലതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സംഘിന് അതങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ അങ്ങനെയെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കിച്ചുവിനാണെങ്കിൽ ഇത് ഭയങ്കര വിചിത്രമായിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞ സമയത്ത് ഭയങ്കര ജാടയൊക്കെയാണ് ഇട്ടത്, ഇപ്പം ഇത് എന്ത് പറ്റി പെട്ടെന്നൊരു മനമാറ്റത്തിന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിൽ എന്താ വേണ്ടേ, നിങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയതാ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയുമ്പോൾ അല്ല വേണമെന്ന് കിജുൻ അവിടെ തിരുത്തി പറയുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ഈ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിലേക്ക് ഇവർ എത്തുന്നതും അപ്പോൾ അവിടെ ഒരുപാട് ഗേൾസിന് കാണുമ്പോൾ കിജുൻ ചോദിക്കുന്നുണ്ട് അത് എൻ്റെ ഫാൻസ് അല്ലേ എന്ന്. അപ്പം മിന്നാണെങ്കിൽ അത് നിങ്ങളുടെ ഫാൻസ് അല്ല എന്ന് പറയുന്നതും ഇവരെയൊക്കെ കാണുമ്പോൾ കിജുൻ ഭയങ്കര ഹാപ്പി ആവാണ് ചെയ്യുന്നതെങ്കിൽ ജോക്കി ഭയങ്കര ടെൻഷനിലായിരിക്കും. കാരണം എവിടെ പോയാലും പരിഹാസം മാത്രമല്ലേ ഇവൾക്ക് കിട്ടുന്നുള്ളൂ. ഇതേ ടൈമിൽ സംഘം ഇങ്ങോട്ട് വരുന്നത് കാണിക്കുന്നുണ്ട്. സംഘാണെങ്കിൽ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, ഞാൻ എന്തൊക്കെ ഈ ചെയ്യുന്നതെന്ന് ഇങ്ങനെ സ്വയം പറയുമ്പോൾ ഇത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ ഒട്ടും സമയം വൈകിട്ടില്ല, സാർ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ വണ്ടി തിരിക്കാമെന്ന് പറയുന്നതും ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ഉടനെ തന്നെ തിരിച്ചു വരാം, ഇത് ജസ്റ്റ് കുറച്ച് ആളുകളൊക്കെ അങ്ങ് ചേർന്ന് ക്യുസൊക്കെ ചോദിക്കുന്ന ഒരു സാധാരണ പരിപാടി ആയിരിക്കും, എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഇവർ സ്ഥലത്തെത്തുമ്പോൾ യാങ് ആണെങ്കിൽ അതെ പെട്ടു എന്നാ തോന്നുന്നത്, ഇതൊരു ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ ആണെന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് സംഘ് പറയുന്നുണ്ട്. അതായത് അത്യാവശ്യം ഒരു ചാനൽ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും, ഇവനൊരു ചെറിയ പരിപാടിയാണെന്നൊക്കെ വിചാരിച്ചാൽ വന്നത് ആകെ ഷോക്ക് ആകുന്നുണ്ട്. ഇതേ ടൈമിലെ കിജുവിനാണെങ്കിൽ ഒരുപാട് ഗേൾസ് ഇവന്റെ നേരെ ഓടി വരുമ്പോൾ അത് ഇവന്റെ ഫാൻസ് ആണ് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്റെ ഫാൻസ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മിന്നാണെങ്കിൽ നിങ്ങളുടെ ഫാൻസ് അല്ലേ, നിങ്ങളുടെ ഫാൻസ് ദോ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഗേൾസ് ആണെങ്കിൽ ഓടി വന്നിട്ട് അയ്യോ ഒപ്പ എന്നൊക്കെ പറഞ്ഞ് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ഉറക്കെ ഇങ്ങനെ സംസാരിക്കുന്നതും അങ്ങോട്ട് വരുന്ന സംഘിനെ കാണുന്ന ഈ ഗേൾസ് അതാരാന്ന് ചോദിക്കുമ്പോൾ അതെന്റെ കസിന എന്ന് പറയുമ്പോൾ ഹായ് ആള് നല്ല ഹാൻസം ആണല്ലോ എന്ന് പറഞ്ഞ് ഗേൾസ് മൊത്തം അങ്ങോട്ട് പോകുന്നുണ്ട്. കിജുനാണെങ്കിലും നിങ്ങൾ എന്തേ കാണിക്കുന്നത്, നിങ്ങളുടെ ഒപ്പത ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നത് ഗേൾസ് ഉണ്ട്. ഇതൊക്കെ കേൾക്കുന്നു.
ഇവനാണെങ്കിൽ എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായി എന്ന് വിനിനോട് ചോദിക്കുന്നുണ്ട്. യാങ് ആണെങ്കിലോ ഈ ഗേൾസിന്റെ കയ്യിൽ നിന്നും എങ്ങനെയൊക്കെ സങ്ങിനെ രക്ഷപ്പെടുത്തി ഉള്ളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ എല്ലാവരും പോയി കഴിയുമ്പോൾ ആരും ഇല്ലാന്ന് ഉറപ്പ് വരുത്തി തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഫേസ് കവർ ചെയ്ത് സൺഗ്ലാസ് വെച്ച് പോകുന്ന ജൂക്കിയെയും കാണിക്കുന്നുണ്ട്. അകത്തെത്തുന്ന സങ് ആണെങ്കിലോ നേരത്തെ കണ്ട പെൺകുട്ടികൾ അവർക്ക് എന്താ, അവരൊക്കെ ആരാന്ന് ചോദിക്കുമ്പോൾ യാങ് ആണെങ്കിൽ ഓ അത് കിജുവിന്റെ ഫാൻസ് ക്ലബിലുള്ള പെൺകുട്ടികളാണ്, അവന് വേണ്ടി വന്നതാ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ സങ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് കിജുവിന്റെയും ജൂക്കിയും കാണാതെ ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പറയുന്നതും ആ ടൈമിലാണ് കിജുൻ ചേട്ടാന്ന് വിളിച്ച് അങ്ങോട്ട് വരുന്നത്. ഇവന്റെ ശബ്ദം മനസ്സിലാകുന്നതും ഇവർ രണ്ടുപേരും രണ്ട് വഴിക്ക് ഓടുന്നുണ്ട്. സങ് ആണെങ്കിൽ തൊട്ട് മുന്നിലുള്ള ഒരു റൂമിൽ കയറിയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ കിജുൻ ആണെങ്കിൽ എന്നാലും ആൾ ഇതുവരെ വന്നിട്ടില്ല, ഇനിയിപ്പോ വരാതിരിക്കൂ പറ്റിക്കൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്ത് എന്താ ചെയ്യാ, നമുക്ക് മത്സരിച്ചല്ലേ പറ്റൂ, അവൻ ഞാൻ അങ്ങ് കയറി നിൽക്കാമെന്ന് ജൂക്കി പറയുന്നുണ്ട്. ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്ന സങ് ആണെങ്കിലും ഇവളെന്തിനെ ഇങ്ങനെ ഓരോരുത്തരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ നൂലാമാലയിൽ ചെന്ന് പെടുന്നേന്നിങ്ങനെ സ്വയം വിചാരിക്കുന്നുണ്ട്. അപ്പൊ കിജുൻ ആണെങ്കിൽ എന്തായാലും ആളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചാലേ പറ്റൂ, നമുക്ക് രണ്ട് വഴിക്ക് പോയിട്ട് സെർച്ച് ചെയ്യാന്ന് പറഞ്ഞ് കിജുൻ ഒരു വഴിക്ക് പോകുന്നുണ്ട്. ജൂക്കി ആണെങ്കിൽ സങ് ഒളിച്ചിരിക്കുന്ന ആ റൂമിലേക്കാണ് കയറുന്നത്. അപ്പൊ അതുവഴി വരുന്ന പണ്ടത്തെ CEO കിം ആണെങ്കിൽ ഇവൾ ആ റൂമിലേക്ക് കയറുന്നത് കാണുന്നുണ്ട്. ആളാണെങ്കിൽ തൊട്ട് പിന്നാലെ വന്ന് ആ ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇയാളെ കാണുമ്പോൾ ഇവൾ ഒന്ന് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇയാളാണെങ്കിൽ അല്ല ഇതാര് ജൂക്കിയോ, എന്താ ഇവിടെ എന്തെങ്കിലും വിശ്വസിച്ചുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുതുതായിട്ടൊരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു എന്ന് ഇവള് പറയുന്നുണ്ട്. ആളിതൊക്കെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാളാണെങ്കിൽ ഓഹോ അതെ അല്ലേ, അപ്പോൾ തിരിച്ചു വരാൻ തന്നെയാണ് പ്ലാൻ, നിനക്ക് ഒരു നാണക്കേടും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു ക്വിസ് കോമ്പറ്റീഷന് വന്നതാണ്, ശരിക്കും ഞാൻ അറിയാതെ ഇവിടെ എത്തിപ്പെട്ടതാണെന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് മറിഞ്ഞു നിൽക്കുന്ന സങ് കേൾക്കുന്നുണ്ട്. നിന്റെ തൊലിക്കട്ടി എന്തായാലും സമ്മതിക്കണം, ഒരു കൊലപാതകം ചെയ്തിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലല്ലേ നീ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ നിങ്ങളുടെ കമ്പനിക്ക് ഞാൻ കാരണം ഒരുപാട് നഷ്ടങ്ങളുണ്ടായി, അതിലെനിക്ക് ഇപ്പോഴും സങ്കടം ഉണ്ടെന്നാണ് ഇവള് പറയുന്നത്. ഓ സങ്കടമുണ്ടോ, വലിയ കാര്യമായി പോയി, നീ കാരണം എൻ്റെ കമ്പനിക്ക് ലോസ് മാത്രമല്ല എൻ്റെ കമ്പനി വരെ പൂട്ടിപ്പോയി, നിങ്ങൾ രണ്ടുപേരും ഞാൻ അറിയാതെ ആ കാലത്ത് പ്രണയിക്കുന്നുണ്ടായിരുന്നില്ലെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇത് കേട്ടിട്ട് ദേഷ്യത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല, നിങ്ങൾക്കറിയാം, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇവൾ തിരിച്ച് ചോദിക്കുന്നത്. അപ്പൊ CEO ആണെങ്കിൽ ഒരു ബന്ധവും ഇല്ല, ആഹാ ആർക്കറിയാം ആ രാത്രി ശരിക്കും എന്താ സംഭവിച്ചതെന്ന്, ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വരുന്ന ഇവളാണെങ്കിൽ ഉറക്കെ CEO കിം എന്ന് വിളിക്കുന്നുണ്ട്. കിം അപ്പൊ തന്നെ ഇവളുടെ ചെവിട്ടത്ത് ഒരു അടി അങ്ങ് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇവളാകെ ഷോക്കാകുന്നുണ്ട്. ഇത് കാണുന്ന സങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്റെ പേരെന്റെ മുഖത്ത് നോക്കി വിളിക്കാൻ മാത്രം നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെടി, നീ ആദ്യം നിന്റെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്ക്, ബിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇവൻ അങ്ങ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ ഇവളാണെങ്കിലോ നന്നായിട്ട് കരയുന്നൊക്കെയുണ്ട്. ആ ടൈമിലാണ് കിജുൻ ഇവളുടെ പേര് വിളിച്ച് അങ്ങോട്ട് വരുന്നതും പെട്ടെന്ന് തന്നെ കണ്ണീരൊക്കെ തുടച്ച് ഇവള് നോർമലായിട്ട് ആക്ട് ചെയ്ത് അവിടെ നിന്നും പോകുന്നതാണ് പിന്നീട് സങ് കാണുന്നത്. പുറത്തു വരുന്ന സങ് ഈ CEOയും ആ പരിപാടിയുടെ ഒരാളുമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. അതായത് ഈ CEO ആണെങ്കിൽ ജൂക്കി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടല്ലേ, 3 വർഷം മുന്നേ ആ രാത്രിയിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ ജൂക്കിയോട് ചോദിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ പരിപാടിയുടെ ആളാണെങ്കിൽ അല്ല അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ശരിയാണോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ CE ആണെങ്കിൽ അല്ല നിങ്ങൾക്ക് റേറ്റിംഗ് ഒന്നും വേണ്ടേ, ഇതൊക്കെ അങ്ങ് ചോദിക്കുക, അപ്പം നല്ല റേറ്റിംഗ് ഉണ്ടായിരിക്കും, അതല്ലേ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞ് പിന്നീട് എന്തൊക്കെയോ സീക്രട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ സങ് കാണുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന യാങ് ആണെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഇവന് കൊടുക്കുന്നുണ്ട്. ഇത് വെക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന ലൈറ്റിനെയൊക്കെ മാക്സിമം തടയാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഉള്ളതാണോ എന്ന് സങ് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ പിന്നല്ല ഇത് വെച്ചിട്ട് മരുഭൂമിയിലൂടെ നടക്കുകയാണെങ്കിൽ പോലും ഒരു പ്രശ്നം കണ്ണിന് വരുത്തില്ല എന്ന് പറയുന്നതും അതായത് ഇവൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. പരിപാടിക്ക് റെഡിയായി നിൽക്കുന്ന ജൂക്കി ആണെങ്കിൽ ആകെ ടെൻഷനിലായിരിക്കും, എന്തോ പൊട്ടയായിട്ട് സംഭവിക്കാൻ വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒന്നുമില്ല പേടിക്കേണ്ടെന്നൊക്കെ കിജുൻ പറയുന്നുണ്ട്. അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ഈ വന്ന ടീംസിന്റെ പേരൊക്കെ വിളിക്കുന്നതും അപ്പൊ ഇവരുടെ പേര് വിളിക്കുന്ന ടൈമിൽ സങ് അവിടെ എത്താത്തത് കൊണ്ട് തന്നെ ഒരു മാറ്റമുണ്ട്. സങ്ങിന് പകരം ഇവളുടെ പേര് ചേർക്കാൻ പറയുന്ന ടൈമിലാണ് കറക്റ്റ് അങ്ങോട്ട് സങ് വരുന്നതും സങ്ങിനെ കാണുമ്പോൾ ഇവളുടെ പകുതി ജീവൻ തന്നെ അവിടെ വരുന്നുണ്ട്. അങ്ങനെ പരിപാടി തുടങ്ങുന്നതും എല്ലാവരും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കിജുൻ ആണെങ്കിൽ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം സങ്ങിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ ആളൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പൊ ഇതെന്ത് പറ്റിയെന്ന് പറയുമ്പോൾ അല്ല ആള് കുറച്ച് അങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണെന്നൊക്കെ പറയുന്നതും ഇതിന്റെ മൂത്ത സഹോദരനാണെന്നൊക്കെ കിജുൻ അങ്ങനെ പറയുന്നുണ്ട്. പരിപാടി തുടങ്ങുമ്പോൾ അറിയാലോ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും ആൻസർ സങ് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇവർ നന്നായിട്ട് സ്കോർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണിക്കുമല്ലോ, ആ ടൈമിൽ സങ്ങിന് സ്ക്രീനിലേക്ക് നോക്കാൻ പറ്റത്തില്ല, കാരണം ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും. എന്നാൽ ഇയാൾ അതിനോടൊപ്പം തന്നെ വായിക്കുകയും ചെയ്യും. അങ്ങനെ വായിക്കുന്നതിലൂടെ സങ് ആൻസർ പറയുന്നുണ്ട്. ആൻസർ പറഞ്ഞാൽ പോരാ, ഓപ്ഷൻ ഏതാന്ന് പറയണം എന്ന് പറയുമ്പോൾ ഇവന് ഓപ്ഷൻ പറയാൻ പറ്റത്തില്ല. അപ്പൊ തൊട്ടടുത്തുള്ള കിജുവിനും മറ്റൊരു ലേഡിയും ഒരുമിച്ച് ബസർ അമർത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ കിജുവിനാണെങ്കിൽ ആ ഓപ്ഷൻ അങ്ങ് പറയുന്നുണ്ട്. ഓപ്ഷൻ പറയാൻ എളുപ്പമാണ്, കാരണം ആൻസർ ഓൾറെഡി സങ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയൊക്കെ സ്കോർ ചെയ്തു പോകുന്നതും കുറച്ചൊക്കെ അങ്ങനെ നൈസായിട്ട് പോകും. പിന്നീട് വീണ്ടും വീണ്ടും സ്ക്രീനിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവർക്ക് ആൻസർ പറയാൻ പറ്റുന്നില്ല, മറ്റുള്ള ടീംസൊക്കെ സ്കോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ
ഇവരെല്ലാവരും മുന്നേറുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് സ്ക്രീനിലായിരിക്കും. ഇവനാണെങ്കിൽ അത് വായിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ള ടീംസ് ഒക്കെ തന്നെ തെറ്റി ആൻസർ പറയുമ്പോൾ അവസാനത്തെ ഊഴം ഇവനായിരിക്കുമല്ലോ. അപ്പോൾ ഇവനാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കിജുവിനാണെങ്കിൽ എൻ്റെ പൊന്നു ചേട്ടാ ഒന്ന് ആ ഗ്ലാസ് മാറ്റിയിട്ട് അങ്ങ് വായിക്കുന്നു പറഞ്ഞ് ഈ ഗ്ലാസ് അങ്ങ് ഊരാണ്. ആ ടൈമിൽ ഈ ലൈറ്റൊക്കെ ഇവൻ്റെ കണ്ണിലേക്ക് അടിക്കുന്നതും ഇവനാകെ ശ്വാസം മുട്ടുന്നുണ്ട്. ഇവൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതും ശ്വാസം മുട്ടി നിൽക്കുന്ന അതേ ടൈമിൽ തന്നെ ആൻറ്റിയെ കാണിക്കുന്നുണ്ട്. ആൻറ്റി ആണെങ്കിൽ ഡോക്ടറോട് ഷെയിം ഡെത്തോ അതെന്താ അത്രയും ഡേഞ്ചേഴ്സ് ആണോ എന്ന് ചോദിക്കുന്നതും ഡോക്ടർ ആണെങ്കിലോ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റൊക്കെ കാണുമ്പോൾ ശ്വാസം മുട്ടുക, ശരീരം ചൂഴ്ന്നിറങ്ങുന്നത് പോലെയുള്ള അത്രയ്ക്കും വേദനയായിരിക്കും, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഒരു മരണം അങ്ങ് നേരിട്ട് അനുഭവിക്കുന്നത് പോലെ, എന്നാൽ മരിക്കുന്നില്ല, അതുപോലത്തെ ഒരു അവസ്ഥയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആൻറ്റി ആണെങ്കിൽ അപ്പോൾ ആള് മരിക്കാൻ ചാൻസ് ഉണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഇതേ ടൈമിൽ സംഘാണെങ്കിൽ ആകെ ശ്വാസമൊക്കെ മുട്ടി ആകെ ഒരു ബോധമൊക്കെ പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.